പുതിയൊരു നിയമം കൊണ്ടുവന്നല്ലോ കേരളത്തിൽ, വണ്ടി ഓടിച്ചോണ്ട് വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതിനെങ്ങനെ കാണുന്നു? അത് ശരിക്കും പറഞ്ഞാലേ അത് നമുക്കത് ഭയങ്കര ദോഷം ചെയ്യും. പക്ഷേ അതൊരു ശരിയായ ഒരു ഇതല്ല. കാര്യം വെച്ചാൽ ഓടിക്കുന്ന ആൾ ഒന്ന് വീഡിയോ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ലോറിയെ സംബന്ധിച്ച്, ലോറിയുടെ കാര്യം ഞാൻ പറയുന്നത്, ഇത്രയും ലോങ് പോകുമ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നതും ഒരാൾ സംസാരിച്ച് വ്ളോഗ് ചെയ്തുകൊണ്ട് ഓടിക്കുന്നതുകൊണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എനർജറ്റിക് നമ്മൾ സംസാരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുള്ളൂ. എപ്പോഴും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചോണ്ടേ വണ്ടി ഓടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന എന്തിനാ, ആൾ ഉറങ്ങിപ്പോകാതെ ഇരിക്കാനാണ്. അപ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിൽ അപകടം ഉണ്ടാകും. പക്ഷേ വണ്ടി ഓടിച്ചോണ്ട് ഇപ്പൊ കയ്യിൽ സ്റ്റിയറിംഗും കയ്യിൽ ഫോണും പിടിച്ചോണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അത് പ്രശ്നമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പിന്നെ ഇത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു കോടതിയുടെ ഒരു ഇതായിരിക്കും അത്. എന്നാന്ന് വെച്ചാൽ ഈ ടൂർ പോകുന്നവരും ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കണ്ടമാനം ക്യാബിനകത്തൊക്കെ കിടന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര ഇതായിട്ട് ഈ സംസാരിക്കുന്നതും ഇതും എടുക്കുന്ന വീഡിയോ എടുക്കുന്ന വേറെ അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പേര് വണ്ടി ഓടിക്കാം, ഒന്ന് ജലജ ഓടിക്കും, പിന്നെ കൂടെ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുപോകും. ഞാനെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ചേട്ടൻ വണ്ടി ഓടിക്കാറില്ല? ഇപ്പോൾ വണ്ടി വല്ലപ്പോഴേ ഓടിക്കുള്ളൂ. എന്നാ വെച്ചാൽ വീഡിയോ ഇവരാരും എടുക്കുകയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഞാനാണ്. ചേട്ടായിക്ക് വണ്ടി ഓടിക്കുന്നത് ഇഷ്ടം, പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, അതുകൊണ്ട് എന്റെ അവസ്ഥ അത് തന്നെ. എന്റെ ഭാര്യ മര്യാദയ്ക്ക് വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇതിന് വണ്ടി ഓടിക്കായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുമ്പം പുള്ളിക്കാരോട്ട് വണ്ടി ഓടിക്കത്തുമില്ല, വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് വീഡിയോ എടുക്കത്തുമില്ല. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 3 പേര് പോകുന്നത്, അല്ല 2 പേരുടെ ആവശ്യമുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരാളെയും കൂടെ നമ്മൾ അഡീഷണൽ കൊണ്ടുപോകുന്നത്. അപ്പം ഞാനും മോളും ഇവളോട് പോകുന്ന സമയത്ത് ഇവർ 2 പേരാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ ഒരു കോടതിയുടെ ആ ഒരു, പക്ഷെ അതിലൊരു പ്രോപ്പർ നിർവചനം ഇല്ല. അത് എന്താണ് ഇപ്പം ഞാൻ എവിടെങ്കിലും ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ അങ്ങനെയാണ് സിനിമാ ചിത്രീകരണം പോലും പാടില്ലല്ലോ. അതെ അതെ അതെ, അങ്ങനെയാണ് വണ്ടിക്കാർ സിനിമാ ചിത്രീകരണം പോലും പാടില്ല. വ്ളോഗ് ചെയ്യാൻ മാത്രം ഒരു പർട്ടിക്കുലർ. അപ്പം മന്ത്രി വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നമില്ലേ? പ്രധാനമന്ത്രി വണ്ടി ഓടിച്ച് ടി വിക്കാർ മൊത്തം സൈഡിൽ ക്യാമറ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അപ്പോൾ മൊത്തം ഡിസ്ട്രാക്ഷൻ അല്ലേ? അതിന് പ്രശ്നമില്ല. നമ്മൾ 2 വ്ളോഗർമാരാരെങ്കിലും 2 വീഡിയോ എടുത്ത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം അതെന്നാന്ന് വെച്ചാൽ അതെ ചിലരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നേ, അതാണ് അതിൻ്റെ അത് പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് അതാ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു, അല്ലാതെ ചെയ്യുന്ന ഇനി അങ്ങനെ ചെയ്യുന്ന പോലും എടുത്ത് ഇപ്പോൾ ഈ റീലിൻ്റെ ഒരു ഭയങ്കര അതിപ്രസരണം വലിയൊരു പ്രശ്നമാണ്. ലീഗലായിട്ട് ചെയ്യാവുന്നോ ഇല്ലാത്തോ എല്ലാവരും നോക്കാതെ എടുത്തിടുകയല്ലേ, അതൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ലീഗലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ ഞാൻ കണ്ടു, നിങ്ങൾ കാരവനായിട്ട് ഇടുക്കിയിൽ എവിടെയോ പോയ വീഡിയോ ഇല്ല, അതിനകത്ത് ഡ്രൈവ് ചെയ്യുന്ന വിഷ്വൽസ് ഇല്ലല്ലോ. അതെങ്ങനെ എടുക്കുന്നത്? അപ്പോൾ ഇനി അത് പിന്നെ ഇതിനൊരു കറക്റ്റ് ഒരു ക്ലാരിറ്റി വന്നിട്ടുമില്ലോ, ഓർഡറായോ അങ്ങനെയൊന്നും കറക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്യാൻ പാടില്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എടുക്കാഞ്ഞത്. അതാ കോടതി വിധി എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കറക്റ്റ് അതിൻ്റെ പകർപ്പ് കിട്ടി അത് വായിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പം വാഹനം ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണെന്നറിയില്ല. ശരിക്കും നമ്മളെ ഈ ഞങ്ങളുടെ വീഡിയോയിൽ ശരിക്കും നമ്മൾ ഡ്രൈവർ ക്യാബിനൂടെ കാണിച്ച് ഡ്രൈവർ ഓടിക്കുന്നതോ ഇതുകൂടെ ഉണ്ടാകുമ്പോഴാണ് ആ വീഡിയോ നല്ലത് കാണാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഒരു അല്ല. ഞാനിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ ഫിക്സ് ചെയ്ത് ട്രൈപോഡിൽ അവിടെ വെച്ചിട്ട് അത് വെച്ച് ഞാൻ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇടും. കേസ് അവിടെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാതെ. അല്ല കേസാക്കാൻ വേണ്ടി നോക്കിയിരിക്കാണല്ലോ. അല്ല, കേസ് അവിടെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. കേസ് ഇത് ആദ്യം 1, 2 അല്ലല്ലോ, ആദ്യമായിട്ടൊന്നും. ലോറിയിലും ബസ്സിലാ പറഞ്ഞേക്കുന്നത്. ലോറിയിലും ബസ്സിലാ പറഞ്ഞത്. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. കാറ് പ്രശ്നമില്ല. കാറിന് പ്രശ്നമില്ല. നീ കാറ് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അല്ല, നീ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ ഡ്രൈവർ എന്താണ്, ഡ്രൈവർ നിയമം തെറ്റിക്കുന്നില്ല. ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി ക്യാമറയിൽ മാത്രം നോക്കി നിന്ന് സംസാരിക്കുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. അങ്ങനെയാണല്ലോ ഓക്കെ. ഇത് ഒരു കോടതി ഒരു കാര്യം പറഞ്ഞതും പറഞ്ഞുകൊണ്ട് വേറെ കോടതികളുണ്ടല്ലോ, മേൽക്കോടതികളുണ്ടല്ലോ. അല്ല, പിന്നെ വേറെ കാര്യമുണ്ട്. അത് കേരളത്തിലെ ആണ് മെയിനായിട്ടത് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല.
എന്തായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അല്ല, എനിക്ക് അതാ വിധിപ്പകർപ്പ് വാങ്ങിച്ച് നോക്കിയാൽ മതി. നോക്കിയാൽ മതി. ആ വിധിപ്പകർപ്പ് കിട്ടും, അതെടുത്തിട്ട് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതിപ്പോൾ ഡ്രൈവർ ക്യാബിനിലേ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് പ്രശ്നം. ഡ്രൈവർ ക്യാബിനില്ലാത്ത വ്ളോഗിങ് പാടില്ല എന്ന് പറയുന്നു. ഏതാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയല്ലേ.